ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അടിപൊളി വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾ കുറുമ ഈ അപ്പത്തിലോട്ട് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾ കുറുമ പനീറൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ രാവിലെ ഇട്ട് വെച്ചതാണ് കേട്ടോ. രാവിലെ ഇട്ട് വെച്ചിട്ട് രാത്രിയാണ് അരച്ചെടുക്കുന്നത്. നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞോട്ടെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 3 തവി മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 3 കയ്യിലാണ് ഞാൻ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാവ് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മാവിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഈ കുറുക്കിയെടുത്തതിന് ശേഷം വേണം നമുക്ക് വീണ്ടും ഇതൊക്കെ തേങ്ങ ഇട്ടിട്ട് ഈ മാവ് നന്നായിട്ടൊന്നും കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല അങ്ങനെ ഹോൾസൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവിലോട്ട് ഈ നമ്മൾ കുറുക്കി വെച്ച മാവുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങയും അതുപോലെ തന്നെ അര കപ്പ് ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് ഫുള്ളില്ല, ഒരു 3/4 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് രാത്രിയാണ് അരച്ച് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെയാണ് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അപ്പത്തിൻ്റെ മാവൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലേ. പിന്നെ നമ്മൾ എന്ത് ഇഡ്ഡലിക്ക് അരയ്ക്കണമെങ്കിലും അതുപോലെ തന്നെ ഇത് വെള്ളപ്പത്തിനൊക്കെ അരയ്ക്കണമെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മാവ് തുറന്ന് വെക്കുകയാണ്. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാരയും വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന തൊട്ട് മുന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെയല്ലേ നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാരയും ഉപ്പും വെളിച്ചെണ്ണ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു വെള്ളപ്പത്തിൻ്റെ ചട്ടി വയ്ക്കാം. വെള്ളപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് അപ്പം ചുടുന്ന പോലെ നമുക്ക് ഓരോരോ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നന്നായിട്ട് അപ്പം കിട്ടും കേട്ടോ. പിന്നെ അപ്പത്തിന് നമ്മൾ തീ വയ്ക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ചട്ടി ചൂടേറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മാവ് വയ്ക്കുമ്പോൾ അതെല്ലാം കൂടി ഇങ്ങോട്ട് തന്നെ നമുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങോട്ട് തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് തന്നെ പോരും കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം ചുട്ടെടുത്താൽ മതി. കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ വക്കൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോരോ അപ്പങ്ങളായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. പിന്നെ അപ്പം ചുട്ടെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപ്പം തന്നെ അടച്ച് വെക്കരുത്. ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് വരുമല്ലോ, ചെറിയ അങ്ങനെ ഹോൾസ് വരുന്ന ആ സമയത്താണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള വെജിറ്റബിൾ കുറുമ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലോട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പു ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 മീഡിയം സൈസ്ഡ് സവോള ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി ചോപ്പ് ചെയ്യാൻ തന്നെ നോക്കുക. അപ്പോൾ ആ ചോപ്പ് ചെയ്തതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾ കുറുമ അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, പൊറാട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ സവാളൊക്കെ നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 പച്ചമുളക്. അപ്പോൾ എരിവിന് ഞാനിവിടെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 3-4 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക്
പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മതി കേട്ടോ, കൂടി പോവരുത്. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അതാണ് അപ്പോൾ നമ്മൾ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് എരിവിന്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ഒരിക്കലും കൂടി പോവരുത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമ്മൾ പട്ടയും ഏലക്കയും ഗ്രാമ്പൊക്കെ ഇട്ട് സമയത്ത് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ചേർക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, മല്ലിപ്പൊടിയുടെ അളവ് ഒരിക്കലും കൂടരുത്. ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഗ്രീൻ പീസാണ്. അപ്പോൾ ഈ ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്, അതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വെജിറ്റബിൾസിനെ ഇതിലോട്ട് ചേർക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് വെജിറ്റബിൾസ് വേവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് വിസിൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഈ ആ വെജിറ്റബിൾസൊക്കെ വേവുന്ന സമയം നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കിയ ചട്ടിയിൽ തന്നെയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. രണ്ട് ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പനീറൊക്കെ ഇഷ്ടമാവുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് കേട്ടോ അത്. അപ്പോൾ പനീറൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള അരപ്പൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പിൽ അര കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതിലോട്ടൊരു 10 കാഷ്യൂസ് ഇങ്ങനെ വെള്ളത്തിലിട്ടതാണ്. കാഷ്യൂ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ അരപ്പൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ തേങ്ങയും കാഷ്യൂ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ വെജിറ്റബിൾസൊക്കെ അവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. ഇനി നന്നായിട്ട് തിളച്ചതിന് ശേഷം പനീറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ കുരുമുളക് പൊടി മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, നമ്മളുടെ കാഷ്യൂം അതുപോലെ തന്നെ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ പനീർ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ. ആ തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ അരപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമ്മൾ അടിപൊളി വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ബട്ടർ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പത്തിൻ്റെ റെസിപ്പിയും എല്ലാവരും ഇങ്ങനെ ഒന്ന് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. ആർക്കും ഒരിക്കലും അപ്പം ശരിയാവാണ്ടിരിക്കില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു കുറുമയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അപ്പം ഇനി ഉണ്ടാക്കിയിട്ട് ആരും ശരിയായില്ല എന്ന് പറയരുത്, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഉറപ്പായിട്ടും ശരിയാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ടേക്ക് കെയർ.